ഭാര്യ ഒഴിച്ചിരുന്ന കാറിനെ പിന്തുടർന്നെത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പത്മരാജന്റെ മൊഴി പുറത്ത്. ഭാര്യ അനിലയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു മാനസിക പ്രയാസവുമില്ലെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. 14-കാരിയായ മകളെ ഓർത്തു മാത്രമാണ് തനിക്ക് വിഷമമുള്ളതെന്നും പ്രതി മൊഴി നൽകി. സുഹൃത്തായ ഹനീഷിനൊപ്പം ആശ്രാമത്ത് സ്വകാര്യ ആശുപത്രിക്ക് സമീപം 1 മാസം മുൻപ് അനില ബേക്കറി ആരംഭിച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള സൗഹൃദമാണ് കൊലപാതകത്തിന് കാരണമായത്. ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ പറഞ്ഞെങ്കിലും അനില കേട്ടില്ലെന്നും ഇയാൾ മൊഴി നൽകി. കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ വെച്ച ഹനീഷ് തന്നെ മർദ്ദിച്ചപ്പോൾ അനില നോക്കി നിൽക്കുകയാണ് ചെയ്തത്. പിടിച്ചുമാറ്റാൻ പോലും ശ്രമിച്ചില്ല. ഇത് മനോവിഷമം ഉണ്ടാക്കിയെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കൊല്ലം ചെമ്മാമുക്കിലാണ് അരുംകൊലം നടന്നത്. അനില കടപൂട്ടി ഇറങ്ങുന്നതുവരെ കടപ്പാക്കടയിൽ പത്മരാജൻ ഒമിനിയിൽ കാത്തുനിന്നു. അനിലയുടെ കൂടെ ഹനീഷ് ഉണ്ടാകുമെന്നായിരുന്നു ഇയാൾ കരുതിയത്. എന്നാൽ കടയിലെ ജീവനക്കാരനായ കൊട്ടിയം പുല്ലിച്ചിറ സ്വദേശിയായിരുന്നു അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. അനിലയുടെ കാർ കടപ്പാക്കടയെത്തിയതു മുതൽ പ്രതി ഒമിനിയിൽ പിന്തുടർന്നു. ചെമ്മാൻമുക്ക് എത്തിയപ്പോൾ ഒമിനി വാൻ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർത്ത് ഇടിച്ചു നിർത്തി. ഒമിനിയിൽ നിന്ന് ഇറങ്ങിയ പത്മരാജൻ കൈകൊണ്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്ലാസ് തകർത്ത ശേഷം പെട്രോൾ ഉള്ളിലേക്കൊഴിച്ച് കത്തിക്കുകയായിരുന്നു. അനില സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. സംഭവം കണ്ട ചെറുപ്പക്കാരാണ് പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചത്. പത്മരാജന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഒമിനി. 2 വാഹനങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ഓട്ടോയിൽ സ്റ്റേഷനിലെത്തിയാണ് പത്മരാജൻ കീഴടങ്ങിയത്. ഒരു മനുഷ്യജീവൻ പച്ചയ്ക്ക് കത്തിയമരുന്നത് കൺമുന്നിൽ കണ്ട ഞെട്ടലിലാണ് ദൃക്സാക്ഷികൾ. കഴിയുന്നത്ര ശ്രമിച്ചിട്ടും കാറിലുണ്ടായിരുന്ന യുവതിയെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിഷമവും അവർക്കുണ്ട്. കൊടും ക്രൂരത നേരിൽ കണ്ട യുവാവിന്റെ വാക്കുകൾ. കൂട്ടുകാരോട് ജോലിക്കാര്യം പറഞ്ഞിരുന്നപ്പോഴായിരുന്നു സംഭവം കണ്ടത്. ഓൾട്ടോ കാറിൽ ഒമിനി വാൻ കൊണ്ട് തട്ടുന്നത് കണ്ടു. തട്ടിയുടൻ തന്നെ ഒമിനിക്കുള്ളിൽ നിന്ന് പൊതി പോലെ എന്തോ കാറിനുള്ളിലേക്ക് എടുത്തിടുന്നതും കണ്ടു. പൊതിയിട്ട ഉടൻ വണ്ടി കത്തി. ഒമിനി ഓടിച്ചിരുന്നയാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ഓടി. സംഭവം കണ്ട് ഞങ്ങൾ എത്തുമ്പോഴേക്കും കാറിൽ ഡ്രൈവറുടെ അപ്പുറത്തുണ്ടായിരുന്നയാൾ പുറത്തേക്ക് ചാടി. അയാളുടെ ഉടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണയുടൻ അയാൾ ഉരുണ്ടുമാറി. അകത്തൊരാളുണ്ടെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. പപ്പനാണ് വണ്ടി കത്തിച്ചതെന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട കാറിനടുത്തേക്ക് വന്നപ്പോൾ വണ്ടി റേസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാറിനുള്ളിലുള്ളത് സ്ത്രീയാണെന്ന് വ്യക്തമായി. അവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു. സീറ്റ് ബെൽറ്റ് കത്തിമാറിയതോടെ അവരുടെ കൈ രണ്ടും പുറത്തേക്ക് വന്നു. ആ സമയം തന്നെ ഞങ്ങൾ പിടിച്ചു പുറത്തേക്കിട്ടു. അപ്പോഴേക്കും ശരീരം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീ ഞങ്ങളെ അങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. വണ്ടിയുടെ അടുത്ത് വരാൻ പോലും ആകാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ. കാർ 3 തവണ പൊട്ടിത്തെറിച്ചു. സ്ത്രീയെ പുറത്തെടുത്തപ്പോൾ തന്നെ 80% കത്തിയിരുന്നു. ഉടൻ തന്നെ ചാക്കെടുത്തു പൊതിഞ്ഞു. പിന്നീട് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ചു പറഞ്ഞു. സാമ്പത്തികവും കുടുംബപരവുമായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സുഹൃത്തായ ഹനീഷിനൊപ്പം ആശ്രാമത്ത് സ്വകാര്യ ആശുപത്രിക്ക് സമീപം 1 മാസം മുൻപ് അനില ബേക്കറി ആരംഭിച്ചിരുന്നു. ഒരാഴ്ചയായി അനിലയുമായി പത്മരാജൻ പിണക്കത്തിലായിരുന്നു. ബേക്കറി ആരംഭിക്കുന്നതിന് പത്മരാജനിൽ നിന്ന് ഇരുവരും 1.5 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. പണം തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ചു ദിവസം മുൻപ് ഹനീഷും പത്മരാജനുമായി തർക്കമുണ്ടായിരുന്നു. അനിലയുടെ കാർ കടപ്പാക്കട എത്തിയതു മുതൽ ഒമിനിയിൽ പത്മരാജൻ പിന്തുടർന്ന് ചെമ്മാൻമുക്ക് എത്തിയപ്പോൾ കാറിൽ ഇടിപ്പിച്ച ശേഷം അകത്തേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.